കലിതുള്ളുന്ന ശബ്ദം നരകത്തിനുണ്ട്. അതേ, തേങ്ങി തേങ്ങി കരയുന്ന ശബ്ദവും നരകത്തിനുണ്ട്. കേൾക്കുമ്പോഴേക്ക് അതാ വാവിട്ട് കരയാൻ തുടങ്ങി. പടച്ചോനെ, ആ നരകത്തെ കാണിക്കരുത്, നരകത്തിന്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തരുത്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, നരക ശിക്ഷയെ ഞങ്ങളിൽ നിന്ന് തിരിക്കണേ അല്ലാഹ്. ഇന്ന അദാബഹാ കാന ഗറാമാ, നരകത്തിന്റെ ശിക്ഷ അത് വിട്ടുമാറാത്ത ശിക്ഷയാണ്. ഒരു സെക്കൻഡ് പോലും അളവ് കുറയാത്ത ശിക്ഷയാണ്, ഡിഗ്രി കുറയാത്ത ചൂടാണ്. ഇന്ന അദാബഹാ കാന ഗറാമാ, ചൂട് കുറയൂല. 3000 കൊല്ലം കത്തിച്ച് പാകപ്പെടുത്തിയ നരകം. അങ്ങനെ ഒരു തീ എവിടെ ഉള്ളത്? 3000 കൊല്ലം അല്ലാഹു തആല കത്തിച്ച് പാകപ്പെടുത്തിയിട്ടുണ്ടത്. 1000 കൊല്ലം കത്തിച്ചപ്പോൾ നരകം അങ്ങോട്ട് വെളുത്തു. പിന്നെയും 1000 കൊല്ലം കത്തിച്ചപ്പോഴേക്ക് അത് ചുവന്നു. പിന്നെ 1000 കൊല്ലം കത്തിച്ചപ്പോഴേക്ക് നരകം കറുത്തിരുണ്ടു. ഫഹിയൽ ആന സൗദാഉ മുദ്ലിമ, ഇപ്പൊ നരകത്തിന്റെ കളറ് കറുത്തിരുണ്ട കളറാണ്. തോന്നും നമുക്ക് കറുത്തിരുണ്ടതായത് കൊണ്ട് കനൽക്കട്ട കറുത്തതുപോലെ ആയിരിക്കും. അല്ല, വല്ലാത്ത ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. നാറുക്കും ജുസുഉൻ മിൻ 70 മിൻ നാരി ജഹന്നം, ദുനിയാവിൽ നിങ്ങൾ കത്തിക്കുന്ന തീ എത്ര വലിയ ആറ്റം ബോംബിന്റെ തീയാണെങ്കിലും, എത്ര വലിയ ഉഗ്രൻ സ്ഫോടനത്തിന്റെ തീയാണെങ്കിലും, എത്ര വിഷാംശങ്ങൾ എത്ര ദിവസം അന്തരീക്ഷത്തിൽ മുറ്റി നിൽക്കുന്ന തീഗോളമാണെങ്കിലും, അതൊക്കെ നരകത്തിന്റെ തീയിന്റെ 70-ൽ ഒരംശമേ ഉള്ളൂ. ജുസുഉം മിൻ 70 മിൻ നാരി ജഹന്നം, നരകത്തിന്റെ തീയിന്റെ 70-ൽ ഒരംശമാണ് ദുനിയാവിൽ നിങ്ങൾ കത്തിക്കുന്ന തീയ്. അതെത്ര വലിയ തീയാണെങ്കിലും, എത്ര ഉപകരണങ്ങളിൽ നിന്ന് വന്നതാണെങ്കിലും, എത്ര ആധുനിക യന്ത്രങ്ങൾ ഘടിപ്പിച്ച് എത്ര മണിക്കൂറുകളോളം അതിന്റെ ചൂട് നിലനിൽക്കുന്നതാണെങ്കിലും നരകത്തിന്റെ ചൂടിനൊക്കൂല. സഹിക്കാൻ പറ്റാത്തതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏറ്റവും അധികം കാവൽ ചോദിക്കുന്നത് ഒരു മുസ്ലിം നരകശിക്ഷയിൽ നിന്നാണ്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് കാല് മാറ്റാതെ പറഞ്ഞില്ലേ അല്ലാഹുമ്മ അജിർനി മിനന്നാർ, ഒന്ന് മനസ്സുരുത്തി ഓർത്ത് പറയണം. സുബ്ഹിക്ക് ശേഷവും പറയുന്നില്ലേ അല്ലാഹുമ്മ അജിർനി മിനന്നാർ. ഖത്തീബ് ഖുതുബയിൽ അവസാനം 3 വട്ടം പറഞ്ഞില്ലേ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരമല്ലേ ജുമുഅ? ജുമുഅക്ക് മുമ്പുള്ള ശ്രേഷ്ഠതയുള്ള അമലല്ലേ ഖുതുബ? ആ ഖുതുബയിൽ ഏറ്റവും ആവർത്തിച്ച് പറയുന്ന ദുആ നരകത്തിൽ നിന്നുള്ള കാവലാണ്. ഏതെങ്കിലും നിസ്കാരമുണ്ടോ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാത്ത, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കാത്ത ഏതെങ്കിലും നിസ്കാരമുണ്ടോ സഹോദരങ്ങളെ? ഒറ്റ നിസ്കാരവുമില്ല. സുബഹി നിസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. ആ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് വലത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞു കടന്നുകൊണ്ട് പറയണം, 3 പ്രാവശ്യം ചൊല്ലണം. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകാല വഇസ്റാഫീല വമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ. അവിടെയും ചോദിക്കുന്ന അങ്ങനെ തന്നെ, നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ചിന്തിക്കാൻ പറ്റുന്ന ഒരു ലോകമല്ല സഹോദരങ്ങളെ അത്. കാവൽ ചോദിക്കണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകത്തെ ഒന്ന് കാണാനും നരകത്തെ ഒന്ന് തൊടാനുമുള്ള ഹതഭാഗ്യത അല്ലാഹു തആല നൽകാതിരിക്കട്ടെ. നരകത്തിൽ കടക്കാൻ കഴിയൂല. ഇന്ന അദാബഹാ കാന ഗറാമാ, വിട്ടുമാറാത്ത ശിക്ഷ. ഗറാം എന്ന് പറഞ്ഞതാണ് മുലാസിമൻ ദായിമൻ, എന്നും ഒരേ ലെവലിലുള്ള ശിക്ഷ. ദുനിയാവിൽ നമുക്ക് കാണാൻ കഴിയില്ല. ദുനിയാവിൽ ശിക്ഷന്റെ അളവൊക്കെ കുറയും. കുറെ അടിച്ചാലും കുറെ ഇടിച്ചാലും കുറെ പിടിച്ചാലും തടവിലെടുത്താലൊക്കെ മാറും. പക്ഷെ നരകത്തിന്റെ ശിക്ഷ അങ്ങനല്ല, അത് ഒരേ ലെവലിലാണ്. അതിന്റെ അളവ് കുറയില്ല, കൂടല്ലാതെ. 1000 കൊല്ലം മാലിക് അലൈഹിസ്സലാമിനോട്, മാലിക്കേ ഞങ്ങൾ കുടുങ്ങി, മാലിക്കേ ഞങ്ങൾ കുടുങ്ങി, ഞങ്ങളാകെ കുടുങ്ങി, ഞങ്ങൾക്ക് എന്തെങ്കിലും സമാധാനം വേണം എന്ന് പറയുമ്പോ 1000 കൊല്ലം കഴിഞ്ഞിട്ട് നരകം കാക്കുന്ന മലക്കിന്റെ മറുപടി ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ, മിണ്ടാതെ കിടക്കടോ.
മിണ്ടിപ്പോകരുത് നിങ്ങള്, ഇഖ്സഉ ഫിഹാ വലാ തുകല്ലിമൂൻ, എന്നോടൊന്നും പറയരുത്, മിണ്ടാതെ അവിടെ കിടന്നോളൂ. 1000 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു മറുപടിയാ. 1000 കൊല്ലം ആർത്തിരമ്പി ചോദിച്ചിട്ട് കിട്ടുന്ന ഒരു മറുപടി ഇങ്ങനെയാണെങ്കിൽ എന്താണ് അവിടുത്തെ ഗതി? വല്ലാത്ത ദുർഗതിയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നരകത്തിലെ ചൂടിനൊരു കുറവുമില്ല. ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ, ഇന്നഹാ സാഅത് മുസ്തഖറൻ, കേന്ദ്രീകരിക്കാൻ പറ്റുന്ന കേന്ദ്രങ്ങളിലെ ഏറ്റവും ദുഷിച്ച കേന്ദ്രം നരകമാണ്. വമുഖാമാ, താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും ദുഷിച്ച സ്ഥലം നരകമാണ്. നരകത്തിലുള്ളതുപോലെ ദുഷിച്ച വാസനയുള്ള സ്ഥലമുണ്ടോ? ദുഷിച്ച വാസനയുള്ള സ്ഥലമുണ്ടോ? നരകത്തിൽ ശിക്ഷിക്കാൻ അല്ലാഹു വെച്ചിരിക്കുന്ന ജീവികളെ പോലെ ദുനിയാവിൽ എവിടെയെങ്കിലും ഒരുമിച്ചിട്ടുണ്ടോ? ഇവിടെയുള്ള വിഷപ്പാമ്പുകൾ നരകത്തിലുണ്ട്, ഇവിടെ കടിക്കുന്ന ജീവികൾ നരകത്തിലുണ്ട്, ഇവിടെ കുത്തുന്ന ജീവികൾ നരകത്തിലുണ്ട്, ഇവിടെ വിഷം തെറുപ്പിക്കുന്ന ജീവികൾ നരകത്തിലുണ്ട്, ഇവിടെ കൊമ്പുകൊണ്ട് കുത്തുന്ന ജീവികൾ നരകത്തിലുണ്ട്, ഇവിടെ മനുഷ്യനെ ആക്രമിക്കുന്ന എന്തെല്ലാം ജന്തുക്കളുണ്ടോ മുഴുവനും നരകത്തിലുണ്ട്. അതെല്ലാം കൂടി ദുനിയാവിലുണ്ടോ? ഇല്ലേ, ഇല്ല. കാരണം ചിലത് മണ്ണിനടിയിലാണ്, ചിലത് കടലിനടിയിലാണ്, ചിലത് വനാന്തരങ്ങൾക്കുള്ളിലാണ്, പലതും മനുഷ്യൻ കാണാത്തതാ. അതൊക്കെ ഒരുമിച്ച് കാണുന്ന ഒരു സ്ഥലം ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമാ. ഏറ്റവും ഡിഗ്രിയുള്ള ചീഞ്ചലമൊഴുകുന്നത് നരകത്തിലെ ചീഞ്ചലമാ. ഏറ്റവും അധികം ദാഹം വരുന്ന നേരം നരകത്തിലെത്തുമ്പോഴാണ്. നരകത്തില് ദാഹം വരുമോ? ദാഹം വരും. ദാഹിച്ചിട്ട് വലയുമോ? വലയും. ദാഹിച്ചിട്ട് കുടിക്കാൻ കൊടുക്കുന്നത് എന്താണ്? ഖുർആൻ പറഞ്ഞില്ലേ, ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, ഭക്ഷിക്കാൻ കൊടുക്കുന്നത് മുൾവൃക്ഷമാണ്. ഭക്ഷിക്കുമോ അത്? വിശപ്പിന്റെ ഊക്കുകൊണ്ട് നരകത്തിൽ നിന്ന് ചുട്ടുപൊള്ളുന്ന മുള്ളിന്റെ വൃക്ഷം എടുത്തൊന്ന് വായിലേക്ക് വെക്കുമ്പോഴേക്ക് മുള്ള് തൊണ്ടയിൽ തറച്ചുപോയി. തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണമാണ്. ആനന്ദത്തിന്റെ ഒരു ഭക്ഷണം നരകത്തിലില്ല. സുഖിക്കാനൊരു നീര് നരകത്തിൽ എവിടെയും കിട്ടൂല. പിന്നെ വിഷം, പിന്നെയും ദാഹം വരുമ്പോ കുടിക്കാൻ കൊടുക്കുന്നത് എന്താണ്? ഫശാരിബൂന അലൈഹി മിനൽ ഹമീം, കടുത്ത ചൂടുള്ള ചീഞ്ചലമല്ലേ കുടിക്കാൻ കൊടുക്കുന്നത്. അത് കുടിക്കുമോ? ഫശാരിബൂന ശുർബൽ ഹീം, കുടിക്കും സഹോദരങ്ങളെ. വിശന്ന് വലഞ്ഞിട്ട് രോഗം ബാധിച്ച ഒട്ടകം ചൂടുള്ള വെള്ളം മുന്നിലേക്ക് വെച്ചു കൊടുത്താലും വിശപ്പിന്റെ ദാഹത്തിന്റെ ഊക്കുകൊണ്ട് വലിച്ചു കുടിക്കുന്നത് പോലെ മനുഷ്യനത് വലിച്ചു കുടിക്കുന്നു. കുടിക്കലോട് അവന്റെ ശരീരം ഇഞ്ചിഞ്ചായി ചുട്ടുരുകുന്നു. വെള്ളം കുടിക്കാൻ വേണ്ടി മുഖത്തോട് അടുപ്പിച്ചു വെക്കുമ്പോ ചുട്ടു പൊള്ളുന്ന രീതിയിലുള്ള വെള്ളമല്ലേ. യശ്വി നിങ്ങൾക്ക് പരിചയമുള്ള വാക്കല്ലേ? ഷവായ എന്ന് കേൾക്കലില്ലേ? മശ്വി എന്ന് കേൾക്കലില്ലേ? അതേ ഭാഷയല്ലേ അല്ലാഹു ഖുർആനിൽ പറയുന്നത്? യശ്വിൽ വുജൂ, മുഖങ്ങളെ ചുട്ടുകരിക്കുന്ന വെള്ളമാണ്. അടുത്തേക്ക് വെക്കുമ്പോഴേക്ക് ചുണ്ടതിലേക്ക് വീണുപോയി, പല്ല് ഓരോന്നും വീണുപോയി. തൽസ്ഥാനത്ത് വീണ്ടും അല്ല ചുണ്ട് തന്നു, വീണ്ടും പല്ല് തന്നു. കുടിക്കാനൊക്കില്ല.